നമസ്കാരം. ഉപ്പനെ നിങ്ങളുടെ വീടുകളിൽ കാണുന്നു എങ്കിൽ അത് മഹാഭാഗ്യമാണ് എന്ന് ഏവർക്കും അറിയാം. കാരണം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു പക്ഷിയാണ് ഉപ്പൻ. ഉപ്പൻ വീടുകളിൽ വരുന്നത് പോലും ലക്ഷ്മി നാരായണ കടാക്ഷത്താലാണ്. ഉപ്പനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഉപ്പനുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതിന് സഹായകരം തന്നെയാകുന്നു. അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏതൊരു വ്യക്തിയും ഉപ്പനെ കാണുന്നത് അതീവ ശുഭകരമായി തന്നെ കണക്കാക്കാം. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി കണിയായി ഉപ്പനെ കാണുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ലക്ഷ്മി നാരായണ കടാക്ഷം ഇരട്ടിച്ചിരിക്കുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ യാത്രയ്ക്ക് ഇറങ്ങുന്നതായ അവസരത്തിൽ കണിയായി ഉപ്പനെ കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. ആ യാത്ര നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നു. ആ യാത്രയുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും. ധനപരമോ മറ്റ് നേട്ടങ്ങളോ ആ യാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ വളരെയധികം പ്രാധാന്യം ഉപ്പനുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. സുധാമാവ് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പുറപ്പെടുന്നതിന് മുൻപ് ഉപ്പനെ അഥവാ ചെമ്പോത്തിനെ കണി കണ്ടാണ് പോകുന്നത് എന്ന് വർണ്ണിക്കുന്നു എന്ന കാര്യം ഓർക്കണം. അതിനാൽ തന്നെ ഏതൊരു കാര്യത്തിനായി പുറപ്പെടുമ്പോഴും ഉപ്പനെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും, സഫലമാകും എന്നതിന്റെ സൂചന തന്നെയാകുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നിങ്ങളുടെ ഇടതുവശത്താണ് കാണുന്നത് എങ്കിൽ അത്ര ശുഭകരമാകണമെന്നില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പലപ്പോഴും അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യം ഉപ്പനെ ഇണകളായി കാണുന്നു എന്നതാണ്. ചെമ്പോത്തുകൾ ഒറ്റയ്ക്കാണ് ഇര തേടുക. എന്നാൽ ചില അവസരങ്ങളിൽ ഇണ കൂടെ ഉണ്ടാകും. ഇപ്രകാരം നിങ്ങൾ ഇണയെയും ഒപ്പം കാണുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമായ ഫലങ്ങളാണ് നൽകുക. പ്രത്യേകിച്ചും സന്താന ഭാഗ്യം അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ഇഷ്ട പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ ഭർത്തൃസുഖം അഥവാ ഭർത്താവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നു. സന്തോഷകരമായ കുടുംബ ജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ ആ വീടുകളിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മംഗളകരമായ കർമ്മങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഇപ്രകാരം ഇണകളായി കാണുന്നതും അതീവ ശുഭകരമായി കണക്കാക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ചില വീടുകളിൽ മാത്രം ഈ പക്ഷിയെ നിത്യവും കാണുന്നതാണ്. ഇത് അപൂർവമായി തോന്നാം. എന്നാൽ ഇത്തരത്തിൽ സംഭവിക്കുന്നതായ വീടുകളുണ്ട്. എന്നാൽ ആ വീടിന് ചില പ്രത്യേകതകൾ ഉണ്ടാകും എന്നതാണ് വാസ്തവം. നിങ്ങളുടെ വീടുകളിലും ഇത്തരം പ്രത്യേകതകൾ ഉണ്ടോ എന്ന് നോക്കുക. ഇത്തരം വ്യക്തികൾക്ക് ചില പ്രാധാന്യമുണ്ട്. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് എങ്കിൽ, ഈശ്വരാനുഗ്രഹം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ആ വ്യക്തികളുടെ, ഇത്തരം വ്യക്തികളുടെ വീടുകളിൽ തീർച്ചയായും ഉപ്പന്റെ സാന്നിധ്യം കൂടുതലായിരിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഉപ്പന്റെ ശബ്ദമെങ്കിലും നിത്യവും കേൾക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. വിളക്ക് തെളിയിക്കുന്നതായ സമയത്തോ മറ്റു ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായ സമയത്തോ അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായ അവസരത്തിലോ ഉപ്പന്റെ ശബ്ദം കേൾക്കുകയോ ഉപ്പനെ കാണുവാൻ സാധിക്കുകയോ ചെയ്യുന്നത് ശുഭസൂചന തന്നെയാകുന്നു. ഏത് കാര്യമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് ആ സമയത്താണ് എങ്കിലും ഉപ്പനെ കാണുകയാണ് എങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് അനുകൂലമായി തീരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. നല്ല മനസ്സിന് ഉടമകളായ വ്യക്തികളാണ് എങ്കിൽ മറ്റുള്ളവരെ വളരെയധികം സഹായിക്കുകയും തെറ്റായ ചിന്തകൾ വരാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുക തന്നെ ചെയ്യും. ആ വ്യക്തികളുടെ വീടുകളിൽ നിത്യവും ഉപ്പന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. അഥവാ ഉപ്പന്റെ ശബ്ദമെങ്കിലും
നിത്യവും ആ വീടുകളിൽ കേൾക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് ഇപ്രകാരം നിങ്ങൾ ഉപ്പന്റെ ശബ്ദം കേൾക്കുകയോ ഉപ്പനെ കാണുകയോ ചെയ്യുന്നു എങ്കിൽ അത് ഇരട്ടി ഭാഗ്യമാണ് എന്ന കാര്യവും ഓർക്കുക. തുളസിക്ക് വിളക്ക് സമർപ്പിക്കുകയോ അല്ലെങ്കിൽ തുളസിക്ക് ജലം സമർപ്പിക്കുന്നതായ സമയത്താണ് എങ്കിൽ പോലും ഇപ്രകാരം ഉപ്പനെ കാണുന്നതും ഇരട്ടി ഭാഗ്യമാണ്. ആ വീടുകളിൽ ലക്ഷ്മി നാരായണ കടാക്ഷമുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു. ഏവരും വ്യത്യസ്തർ തന്നെയാകുന്നു. എന്നാൽ ചിലർക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ, മറ്റുള്ളവരുടെ മനസ്സിലെ ആ വിഷമങ്ങൾ മനസ്സിലാക്കുവാൻ പ്രത്യേകമായ കഴിവ് ഉണ്ടായി എന്ന് വരാം. ചിലർ അവർക്കൊപ്പം ദുഃഖിക്കുകയും ചെയ്യാം. അവരുടെ ദുഃഖങ്ങൾ തങ്ങളുടെ ദുഃഖങ്ങളായി കണക്കാക്കി അവർക്കൊപ്പം വിഷമിക്കുകയും അതിനുവേണ്ട പരിഹാരങ്ങൾ, അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ ആപത്തിൽ കൈവിടാതെ ഒപ്പം നിൽക്കുന്നവരായ വ്യക്തികൾ ഉണ്ടാകാം. ഇത്തരം വ്യക്തികൾ ഉണ്ട് എങ്കിൽ, ഇത്തരം മനസ്സുള്ള വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും ആ വ്യക്തികളുടെ വീടുകളിലും ഉപ്പന്റെ സാന്നിധ്യം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ ഉപ്പൻ വരികയാണ് എങ്കിൽ ആ വീടുകളിൽ ഉടനെ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നതിന്റെയും വീടുകളിൽ സന്തോഷം ഇരട്ടിയായി നിറയാൻ പോകുന്നതിന്റെയും അനുഭവിക്കുന്നതായ പല ദുഃഖ ദുരിതങ്ങൾക്കും പരിഹാരങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായും പരാമർശിക്കാൻ സാധിക്കും. സന്താനങ്ങൾക്ക് ദുഃഖ ദുരിതങ്ങൾ അകലുകയും സന്താനങ്ങൾക്ക് ഉയർച്ചയും സൗഭാഗ്യങ്ങളും തേടിയെത്താൻ പോകുന്നതിന്റെ സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളിൽ ഒന്ന് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തന്നെ തീർച്ചയായും ഉപ്പനെ കാണുകയാണ് എങ്കിൽ കൈകൂപ്പി ഞാൻ ഈ പരാമർശിക്കുന്ന വാക്ക് നിങ്ങൾ പറയേണ്ടത് അനിവാര്യമാകുന്നു. ഇപ്രകാരം പറയുന്നതിലൂടെ പൂർണ്ണ ഫലസിദ്ധി വന്നു ചേരും. അളവറ്റ ഭാഗ്യം തന്നെ, സമ്പൽ സമൃദ്ധി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആ നാമം ഇപ്രകാരമാണ്: ഓം ശ്രീ ലക്ഷ്മി നാരായണായ നമഃ, ഓം ശ്രീ ലക്ഷ്മി നാരായണായ നമഃ എന്നാണ് മന്ത്രം. ഈ മന്ത്രം തീർച്ചയായും നിങ്ങൾ ഉപ്പനെ കാണുന്നതായ അവസരത്തിൽ ജപിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങൾ ഇരട്ടിയായി തന്നെ വന്നു ചേരും. എന്നാൽ അടുത്ത ദിവസമോ അല്ലെങ്കിൽ അന്നേ ദിവസമോ വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ ഫലങ്ങൾ ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. സ്ത്രീകളാണ് എങ്കിൽ ഭാഗ്യസൂക്തവും പുരുഷന്മാർ പുരുഷസൂക്തവും നടത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് ഇരട്ടി ഭാഗ്യം തന്നെ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നതായ വഴിപാടുകൾ നടത്താം. ഭഗവാന് തുളസിമാലയാണ് എങ്കിലും ചാർത്തുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. ഉപ്പൻ അതിനാൽ വീടുകളിൽ വരികയാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പൂർണ്ണ ഫലസിദ്ധി അല്ലെങ്കിൽ പൂർണ്ണമായ ഫലങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും.